ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുന്ന 20 കണ്ടസ്റ്റൻസ് ആരൊക്കെയാണ്? 18 പേരല്ലേ? 20 കണ്ടസ്റ്റൻസ് ആണോ കയറുന്നത്? 20 പേരാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ആ 20 പേര് ആരൊക്കെയാണെന്ന് പറഞ്ഞു തരാം. നാളെയാണ് ഇവരെല്ലാവരും വീട്ടിൽ കയറാൻ പോകുന്നത്. ഇന്ന് അവരുടെ പെർഫോമൻസിന്റെ ഷൂട്ടിങ്ങുകളെല്ലാം കഴിഞ്ഞു. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള പേര് തന്നെയാണ്. ഇതിനകത്ത് ഒരു പേര് മാത്രം നമുക്ക് പുതുതായിട്ട് കിട്ടിയതാണ്. ബാക്കി എല്ലാ പേരുകളും നമ്മൾ മുന്നേ പല പല വീഡിയോസുകളിലായിട്ട് പറഞ്ഞിട്ടുള്ള പേരാണ്. അപ്പൊ അത് ആരൊക്കെയാണെന്ന് നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ പേര് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള ആക്ടർ ആയിട്ടുള്ള ആര്യൻ കദൂരിയ. ഇതാണ് ആര്യൻ കദൂരിയ. ഓക്കെ. അടുത്ത് രണ്ടാമത്തത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആൾ തന്നെയാണ് ഇന്റർവ്യൂവർ ഷാരിക. അറിയാലോ ഷാരികയെ. അടുത്ത് മൂന്നാമത്തത് നമ്മുടെ ആക്ടർ ആയിട്ടുള്ള മുൻഷി രഞ്ജിത്ത്. ഓക്കെ, മുൻഷി രഞ്ജിത്ത് ആണ് മൂന്നാമത്തെ ആള്. ഇതാണ് മുൻഷി രഞ്ജിത്ത്. ഓക്കെ. അടുത്ത നാലാമത്തത് നമ്മുടെ മ്യൂസീഷ്യൻ ആയിട്ടുള്ള അക്ബർ ഖാൻ. ഇതാണ് അക്ബർ ഖാൻ. ഓക്കെ. അടുത്ത് അഞ്ചാമത്തത് RJ ആയിട്ടുള്ള ഒരാളാണ്, RJ ബിൻസി. ഓക്കെ. അടുത്ത് ആറാമത്തത് ആക്ട്രസ് ആയിട്ടുള്ള നമ്മുടെ സ്റ്റാർ മാജിക് ഫെയിം ആയിട്ടുള്ള അനുമോൾ. ഓക്കെ. അടുത്ത് ഏഴാമത്തത് ആക്ട്രസും അതുപോലെ തന്നെ അഡ്വക്കേറ്റും ഒക്കെ ആയിട്ടുള്ള ശൈത്യ സന്തോഷ്. നമ്മുടെ സൂപ്പർ അമ്മയും മകളുമിലെ വൈറൽ താരമാണിത്. ഓക്കെ. അടുത്ത് എട്ടാമത്തത് ആക്ടർ ആയിട്ടുള്ള ഷാനവാസ് ഷാനു. ഷാനവാസ് ഷാനു. ഓക്കെ. അടുത്ത് ഒൻപതാമത്തത് ആർട്ടിസ്റ്റും ഫുഡ് വ്ളോഗറും അഡ്വക്കേറ്റും കൂടിയായിട്ടുള്ള നമ്മുടെ ഒനിയൽ സാബു. ഇതാണ് ഒനിയൽ സാബു, അഡ്വക്കേറ്റും കൂടിയാണ് കേട്ടോ. അടുത്ത് പത്താമത്തത് സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആയിട്ടുള്ള ദീപക് മോഹൻ. ദീപക് മോഹൻ. 11മത്തത് ആക്ടർ ആയിട്ടുള്ള നമ്മുടെ അപ്പാനി ശരത്ത്. അറിയാലോ. അടുത്ത് 12മത്തത് നമ്മുടെ ഏഷ്യാനെറ്റിലെ ഗീതാ ഗോവിന്ദം എന്ന് പറയുന്ന സീരിയല് ഇപ്പൊ തീർന്നു, അതിലെ നടിയായി അഭിനയിച്ച ആക്ട്രസ് ആയിട്ടുള്ള ബിന്നി സെബാസ്റ്റ്യൻ. ഇതാണ് ബിന്നി സെബാസ്റ്റ്യൻ. അടുത്ത് 13മത്തത് നമ്മുടെ വൈറൽ താരമായ രേണു സുധി. ഓക്കെ, രേണു സുധി. 14മത്തത് ഫാഷൻ കൊറിയോഗ്രാഫർ ആയിട്ടുള്ള നെവിൻ. ഇതാണ് നെവിൻ. ഓക്കെ. 15മത്തത് ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള അഭിശ്രീ. ഇതാണ് അഭിശ്രീ. 16മത്തത് ലെസ്ബിയൻ കപ്പിൾ ആയിട്ടുള്ള ആളാണ്. 16, 17 രണ്ട് പേരോട് ഞാൻ പറയണം. കണ്ടസ്റ്റന്റ് ഒരാളാണ്, പക്ഷെ രണ്ടുപേരും ഞാൻ ആളെണ്ണം കറക്റ്റ് പറയുകയാണ്. 16, 17 ആദില നസ്റിനും ഫാത്തിമ നൂറിനും. 16, 17. പക്ഷെ ഇവർ രണ്ടുപേരും കൂടി ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടായിരിക്കും ബിഗ് ബോസ് ഹൗസിനകത്ത് വരുന്നത്. ഹിന്ദി ബിഗ് ബോസിലൊക്കെ ആണെങ്കിൽ 2-3 കണ്ടസ്റ്റന്റ് ആയിട്ടൊക്കെ വരും. ഇപ്പം ഒരു ഭാര്യയും 2 ഭാര്യയും ഒരു ഭർത്താവൊക്കെ ഉള്ള സീസണൊക്കെ ഹിന്ദിയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 16, 17 ഇവരാണ്. അടുത്ത പുതിയൊരു പേര്, നമ്മൾ ഇതുവരെ നമ്മുടെ ലിസ്റ്റിൽ പറഞ്ഞിട്ടില്ലാത്ത പുതിയൊരു പേരാണ്, കൺഫേംഡ് ആണെന്ന് പറഞ്ഞറിയുന്നത്. ആക്ട്രസ് ആയിട്ടുള്ള നമ്മുടെ കലാഭവൻ സരിക. കലാഭവൻ സരിക അറിയാമല്ലോ നിങ്ങൾക്ക്. ഞാൻ ഈ പേര് പറഞ്ഞിട്ടേ ഇല്ല, ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് ഈ കലാഭവൻ സരിക കൺഫേംഡ് ആണെന്ന് അറിയുന്നത്. ഇനി അടുത്ത 19മത്തെ പേര് ഞാൻ പറയുന്നത് നമ്മുടെ, ഞാൻ കുറച്ച് നേരം മുമ്പ് വന്ന് നിങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ട് പോയൊരു പുതിയ പേരാണ്, ജിപ്സ ബീഗം. ആക്ട്രസ് ആയിട്ടുള്ള ജിപ്സ ബീഗം. ജിപ്സ ബീഗം. ഓക്കെ, അവിടെ ഇരുന്നോട്ടെ. ഈ പേരുകളും അവിടെ, ഈ പേര് നമുക്കവിടെ എസ്പെഷ്യലി ഒരു കേസിൽ മാറ്റി വെച്ചേക്കാം. അടുത്ത 20മത്തത് നമ്മുടെ കോമണർ ആയിട്ടുള്ള അനീഷ്. ഫോട്ടോ കിട്ടിയിട്ടില്ല. അനീഷ് സി എന്നാണ് ഫുൾ നെയിം. അടുത്ത അപ്പോൾ 20 പേരുകൾ ഞാൻ പറഞ്ഞു. ഇതിനകത്ത് ജിപ്സ ബീഗത്തിനെ ഒന്ന് സംശയത്തിൽ നമുക്ക് വെച്ചേക്കാം. ഞാൻ കുറച്ച് നേരം മുമ്പ് ഒന്ന് കൺഫേംഡ് പറഞ്ഞെങ്കിലും ജിപ്സ ബീഗത്തിനെ ഒരു 99% നിങ്ങൾ വെച്ചിരുന്നാൽ മതി. കൺഫേംഡ് ആണെന്നാണ് അറിഞ്ഞത്, എന്നാലും 99 വെച്ചിരുന്നാൽ മതി. ബാക്കി എല്ലാവരും പക്കാ കൺഫേംഡ് തന്നെയാണ്. കുറച്ച് നേരം മുമ്പ് ഞാൻ തന്നെയാണ് വന്ന് ജിപ്സയുടെ പേര് കൺഫേംഡ് ആണെന്ന് പറഞ്ഞു, എന്നാലും
ഞാൻ പറഞ്ഞു എനിക്ക് 20 പേരായപ്പോൾ എനിക്കൊരു മൊത്തം ഒരു പെശക് പോലെ. കാരണം ഓൾറെഡി വീട്ടിനകത്ത് 18 കട്ടിലേ ഉള്ളൂ. ഇനി ബാക്കിയുള്ളവർ അടിച്ച് വെളിയിൽ ഇറക്കുമോ എന്തോ. 18 കട്ടിലേ ഉള്ളൂ എങ്കിലും ആദിലയും നൂറയും ഉണ്ട്. അപ്പം തന്നെ 19ആയി. അപ്പോൾ 20 പേര് വരുമോ എന്ന് എനിക്കറിയില്ല. നാളെയാണ് ഇവരെല്ലാവരും ബിഗ് ബോസ് വീടിനകത്തേക്ക് കയറുന്നത്. ഇന്ന് പെർഫോമൻസ് ഷൂട്ട് എല്ലാം തന്നെ കഴിഞ്ഞു. ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ പെർഫോമൻസ് ഷൂട്ട് എല്ലാം കഴിഞ്ഞിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് വെയിറ്റ് ചെയ്ത് ഇരുന്നത്. അപ്പം നമ്മൾ ഇത്രയും കാലം പറഞ്ഞിട്ടുള്ള പല വീഡിയോസിലായിട്ടുള്ള പേരുകളാണിത്. ഇതിനകത്ത് ഇനി വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. കണ്ടസ്റ്റൻസിന്റെ കയ്യിലിരിപ്പ് മര്യാദയ്ക്കാണെങ്കിൽ എല്ലാവരും നാളെ ബിഗ് ബോസ് വീടിനകത്തോട്ട് കയറും. ഇല്ല ഇവരിനി പലയിടത്തും ഇത് ഫ്ലാഷ് ആക്കാനും ന്യൂസ് ആക്കാനും വിളിച്ച് പറയാനും സ്റ്റോറി ഇടാനൊക്കെ പോയി കഴിഞ്ഞാൽ ആ കണ്ടസ്റ്റന്റ് ഈ ലിസ്റ്റിൽ നിന്ന് ഔട്ടായി പോകും. സാധാരണ ബിഗ് ബോസിന്റെ കാര്യത്തിൽ അങ്ങനെയാണ് ട്വിസ്റ്റുകൾ സംഭവിക്കുന്നത്. ഇനി നമ്മൾ പറയുന്ന പേരുകൾ ഈ പറയുന്ന ബിഗ് ബോസ് വീടിനകത്തേക്ക് ഇവർ കയറിയിട്ട് ഒരൊറ്റ ലിസ്റ്റ്, ദ ഫൈനൽ ലിസ്റ്റ് അപ്പോഴാണ് ഞാൻ ഇടുന്നത്. ഇന്ന് ഇവരുടെ ഒക്കെ പെർഫോമൻസ് കഴിഞ്ഞു. എല്ലാവരും ഹോട്ടൽ റൂമുകളിൽ ഇരിക്കുവാണ്. തിരിച്ചു പോയിട്ട് നാളെ ബിഗ് ബോസ് വീടിനകത്ത് കയറാൻ വേണ്ടിയിട്ട് ഒത്തിരി ആശകളും പ്രതീക്ഷകളും ഒക്കെ ആയിട്ടിരിക്കുവാണ്. അപ്പോൾ കയറാൻ പോകുന്ന കണ്ടസ്റ്റൻസിന് എല്ലാവിധ ഓൾ ദ ബെസ്റ്റും അൻസിഫ് മൂൺലൈറ്റ് മീഡിയയുടെ ഭാഗത്തു നിന്നും എൻ്റെ എല്ലാ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും. ഒന്നും പേടിക്കാതെ സൂപ്പറായിട്ട് ജെന്യുവിനായിട്ട് നിന്ന് റിയൽ ആയിട്ട് ഗെയിം കളിക്കുക. ഇനി ഇതുപോലെ ലിസ്റ്റ് ഞാൻ പറയുന്നത് ഇവർ കയറിയിട്ടായിരിക്കും. അപ്പോൾ ഇവർക്ക് ആർക്കും കാണാൻ പറ്റത്തില്ല. അപ്പോൾ കുറേ കണ്ടസ്റ്റൻസ് എങ്കിലും നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഓൾ ദ ബെസ്റ്റ്, സൂപ്പറായിട്ട് വരിക. അൻസിഫ് മൂൺലൈറ്റ് മീഡിയയിലെ ഞാൻ നിങ്ങൾ ആരെയും പേഴ്സണലി വലിച്ച് കീറാനോ നിങ്ങളുടെ ജീവിതത്തിൽ കുത്തിത്തോണ്ടാനോ ഒന്നിനും വരില്ല എന്നുള്ള കാര്യം ആദ്യമേ പറയാണ്. റിവ്യൂ ഈസ് ഓൾവേസ് റിവ്യൂ. ബിഗ് ബോസ് വീടിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ മൈൻഡ് ഗെയിം, നിങ്ങളുടെ ഡയലോഗുകൾ ഉൾപ്പെടെ എനിക്ക് എൻ്റെ രീതിയിൽ നിന്ന് തോന്നുമ്പോൾ എനിക്ക് തോന്നുന്ന റിവ്യൂവും എൻ്റെ ഒപ്പീനിയനുമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അല്ലാതെ നിങ്ങൾ ആരും ഒരു പേഴ്സണൽ ആയിട്ടുള്ള വലിച്ചു കീറാനോ ഒന്നിനുമില്ല. ഞാൻ വരുന്നത് ബാക്കിയുള്ളവരുടെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അങ്ങനെ അല്ല. അത് ഞാൻ ആദ്യം തന്നെ ഇപ്രാവശ്യം ഞാൻ പറയുവാണ്. ഓക്കെ, അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം, ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് വരാം. നാളത്തെ ദിവസം ഇനി ലാലേട്ടൻ വന്നിട്ട് ലാലേട്ടൻ്റെ കുറച്ച് ഷൂട്ടും വീട്ടിനകത്ത് കയറിയിട്ട് വീട് നമുക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി തരുന്ന ഒരു ഷൂട്ടും കാണും. പിന്നെ രാവിലെ തന്നെ ഇന്ന് നടന്നിട്ടുള്ള പെർഫോമൻസിൻ്റെ എല്ലാം കൂടെ ചേർത്ത് നാളെ രാവിലെ തന്നെ ഒരു പ്രൊമോ വരും. ഈ പ്രൊമോ വന്നതിന് ശേഷം നമുക്ക് ഓരോരുത്തരുടെ ഡ്രസ്സിനെ കുറിച്ചും അവരുടെ ഡാൻസിനെ കുറിച്ചും ഒക്കെ തന്നെ ഡിസ്കസ് ചെയ്യാം. ഇതെല്ലാം കിട്ടിയിട്ടുണ്ട്, പക്ഷേ എല്ലാം കൂടെ പറഞ്ഞ് അവിയൽ പരുവാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പറയാത്തത്. എന്തായാലും സീസൺ 7 പ്രതീക്ഷയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മത്സരാർത്ഥികളായ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം പുതിയ ഒരു സീസണാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ പുതിയൊരു സെറ്റാണ്, ഒരു ഫ്രഷ്നെസ് ഉള്ള ഒരു സാധനമാണ്. അവിടെ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുക. ഗോ, ഫൺ, ഗെയിം, എന്റർടൈൻമെന്റ് ഇതെല്ലാം നിങ്ങൾ കൊടുക്കുക. നിങ്ങൾ ഈ സീസണിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇന്ന ആൾ എന്ന് പറഞ്ഞുകൊണ്ട് ആ സീസൺ അറിയപ്പെടുന്ന രീതിയിലുള്ള കോണ്ടന്റ്സ് കൊടുക്കുക. ജെന്യുവിൻ ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുക. ഫേക്ക് ആണെങ്കിൽ എന്തായാലും ഇത് പൊളിഞ്ഞു പോവും. അപ്പം മെന്റലി സ്ട്രോങ് ആയിട്ട് നിൽക്കുക. ഇതൊരു ഗെയിമാണ്. പോസിറ്റീവ്സിനെ നെഗറ്റീവ്സിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഉള്ള കരുത്തോടു കൂടി എല്ലാവരും ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ടൊരു അപ്ഡേറ്റ് ഇടാം. അപ്പോൾ ഇതുപോലത്തെ വിശേഷങ്ങൾക്കും അപ്ഡേറ്റുകൾക്കും ഒക്കെ ആയിട്ട് ഇപ്പോഴത്തെ നമ്മുടെ ചാനൽ മറക്കാതെ മടിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.